ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്, അതെങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഒരു വളരെ ചെറിയൊരു വീഡിയോ കാണിക്കുകയാണ്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയും കൂടെയാണ്. അതിൽ ആദ്യം ചെയ്യുന്നത് ഈ വേസ്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിലിടണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും ഇടാം. മീൻ, ചക്ക, അതുപോലുള്ള എല്ലാം ഇടാം. ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഇതാണ് അതിന് മുമ്പുള്ള സ്റ്റേജ്. ഇത് BSF ഫ്ലൈ ആയിട്ട് മാറും. ഇത് വന്ന് മുട്ടയിടും ഈ ഇങ്ങനെ മണമുള്ള സ്ഥലങ്ങളിൽ. ആ മുട്ട ആണിത്. ഞാനിവിടെ സൈഡിൽ ഇട്ടായിരുന്നതിനെ എടുത്ത് ഞാനിവിടെ വെച്ചേക്കുവാണ്. ഇതെല്ലാം വിരിഞ്ഞ് ഇതിൽ ഈ കാണുന്ന പോലെ കുഞ്ഞുങ്ങളായിട്ട് ഇത് ഇങ്ങോട്ട് വീണ് ഇതിനെ ഇത് ചെയ്യും. ഇത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു ഒച്ചിനെ പിടിച്ചിട്ട് നോക്കിയതാണ്, അവൻ ഇതിൻ്റെ ഇരയായി മാറുമെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അതിനെ കൊന്നിട്ടിട്ടാൽ അതിനെ ഇതുങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ. അവൻ വേഗം തന്നെ രക്ഷപ്പെട്ട് മുകളിൽ കയറുവാണ്. ഇത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, അതായത് അതിൻ്റെ ശലഭങ്ങൾ പറന്ന് വന്ന് ഇതിൻ്റെ അകത്ത് കയറി മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. അത് സാധാരണ സ്മെല്ലുള്ളിടത്ത് വന്നിട്ട് അത് മുട്ടയിടും. ആ മുട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളായിട്ട് മാറും. ഇതിൻ്റെ അകത്ത് ഇടുന്ന പഴങ്ങളുടെയൊക്കെ ജ്യൂസായിട്ടുള്ളത് ഇവിടെ വരും. ഇത് നമുക്ക് ചെടികൾക്കൊരു വളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് പോവും. ഈ പുഴുക്കൾ വെളിച്ചം കണ്ട അപ്പം തന്നെ ഉള്ളിലേക്ക് വലിയും. ഇപ്പോൾ ഇതിൽ മാങ്ങയുടെ തൊണ്ട്, മുട്ടത്തോട്, മാങ്ങാണ്ടി, മീനിൻ്റെയും ഇറച്ചിയുടെയും മുള്ളയെല്ല് തുടങ്ങിയ സാധനങ്ങൾ ഒഴികെയുള്ളതെല്ലാം ഇവർ ഇതെടുക്കും. ഇതിനെ കോഴിത്തീറ്റയായിട്ടും മീനിൻ്റെ തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ ഒരു ടിൻ എടുത്തിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ഉണങ്ങിയ മുരിങ്ങയുടെ തൊണ്ടാണ്. ഇതിൻ്റെ കായ എടുത്ത് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഉണക്കി പൊടിച്ച് വെള്ളത്തിലിടാറുണ്ട്. പിന്നെ ഈ കാണുന്നത് ചകിരി കൂമ്പാരമാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചകിരി ഇതിൽ തന്നെയാണ് ഇടുന്നത്. ഇതിൽ ഇതിൻ്റെ മുകളിലിട്ടേക്കണ മണ്ണ് ഇവിടെ കിണർ കുഴിച്ചപ്പോൾ കിട്ടിയൊരു മണ്ണാണ്. യാതൊരു ഗുണമില്ലാത്ത മണ്ണാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഈ മണ്ണിനെ വകഞ്ഞിട്ട് മണ്ണുകൊണ്ട് ആ ചകിരിയെ മൂടിയിട്ടേക്കുവാണ്. അപ്പോൾ ഈ മണ്ണിനെ വകഞ്ഞിട്ട് പുതിയതായിട്ട് വരുന്ന ചകിരിയോ അല്ലെങ്കിൽ ആ BSF ഫ്ലൈ സംസ്കരിച്ച ബാക്കി മാലിന്യം ഇതിൽ ഇടും. അതുപോലെ ഇപ്പോൾ ഒരു മാസം മുമ്പ് മറ്റോ ഇട്ട സ്ഥലത്താണ് ഈ മാവും തൈകൾ മുളച്ച് നിൽക്കുന്നത്. അതിലുണ്ടായിരുന്ന മാങ്ങേണ്ടികളാണ് അത് മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് നല്ലൊരു ഇതാണ്. മഞ്ഞൾ, ഇഞ്ചി, കപ്പ ഒക്കെ ഇതിൽ നട്ടെടുക്കാൻ പറ്റും. കൂട്ടത്തിൽ ഇത് ഈ ചകിരി ഒത്തിരി സ്വാഭാവികമായിട്ട് സംസ്കരിക്കപ്പെടാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊരു നല്ലൊരു മീഡിയമാണ്. അതേസമയം ഇതിൻ്റെ ആ ചകിരിയുടെ ദീർഘകാലമായിട്ട് സംസ്കരിക്കാൻ എടുക്കുന്ന സമയത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഈ തൈകളൊക്കെ പറിച്ച് വേറെ വല്ലയിടത്തും നടാം. ഇത് ചായ മനസ എന്ന് പറയുന്ന ഒരു ചീരയാണ്. അതിനൊരു കട്ടുണ്ട്. അത് കാരണം അതിനെ വേവിച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം അതിനെ വളർത്താൻ. പക്ഷേ ഒത്തിരി നല്ലതാണെന്നും പറയപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കാണുന്നത് അത് എവിടെ നട്ടാലും പിടിക്കും. അപ്പോൾ
അതുപോലെ ആ ചെടികളെ ഇങ്ങനെയുള്ള കൂനകളിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പെട്ടെന്ന് വളർന്ന് ഇതിനൊരു ബൈൻഡറാവും. അപ്പോൾ ഇത് ഇലയായിട്ട് വരുമ്പോൾ നമുക്കത് മുറിച്ചെടുത്ത് വേറെ എന്തെങ്കിലും ഇലവളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനെ കൊണ്ട് ആദ്യം ഇതിനെ ഒന്ന് മൊത്തമായിട്ടൊന്ന് ഗ്രിപ്പ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഇവിടെ ഇത് ഈ മരം മുറിച്ച വേസ്റ്റ് ഇട്ടേക്കുന്നത് ഇത് മണ്ണിലെ കാർബൺ കണ്ടൻറ്റ് വർദ്ധിപ്പിക്കും. പിന്നെ കൂണുകൾ, ഫംഗസുകൾ തുടങ്ങിയവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ കാർഡ്ബോർഡ് വേസ്റ്റ് ഇതുപോലെ വരുന്നതും ഈ കമ്പോസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ട് മണ്ണിലേക്ക് ദ്രവിച്ച് ചേരാനായിട്ട് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു.